ഉണ്ണിമുകുന്ദന്റെ മാനേജർ എന്ന് അവകാശപ്പെട്ടയാൾ നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് ഒരു പ്രാഥമിക അന്വേഷണം നടത്തി. അത് കാക്കനാട് DLF ഫ്ളാറ്റിലായിരുന്നു ആ പരിശോധന. കാരണം അവിടെ വെച്ച പാർക്കിംഗ് ഏരിയയിൽ വെച്ച് മർദ്ദിച്ചു എന്നുള്ളതായിരുന്നു ഇയാളുടെ പരാതി. പക്ഷേ CCTV പരിശോധനയിൽ മർദ്ദനം നടന്നതായി യാതൊരു തെളിവുകളും പോലീസിന് കണ്ടെത്താൻ സാധിച്ചില്ല. ചില വാക്ക് തർക്കങ്ങളും കയ്യേറ്റങ്ങളും അവിടെ CCTVയിൽ നിന്ന് ശേഖരിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. ഈ പരാതിക്കാരന്റെ മുഖത്തിരുന്ന ഒരു കൂളിംഗ് ഗ്ലാസ് ഉണ്ണിമുകുന്ദൻ എറിഞ്ഞ പൊട്ടിക്കുന്നതും ആ CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എന്നും പോലീസ് പറയുന്നുണ്ട്. മറ്റു തരത്തിലുള്ള മർദ്ദനങ്ങൾ പരാതിയിൽ പറഞ്ഞ പോലെ ഒരു മർദ്ദനവും നടന്നിട്ടില്ല എന്നുള്ളതാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഉണ്ണിമുകുന്ദന്റെ പേഴ്സണൽ മാനേജർ എന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയായിട്ടുള്ള വിപിൻ കുമാർ പോലീസിലൊരു പരാതി നൽകി. ആ പരാതിയിൽ പറയുന്നത് അയാളെ നിലത്തിട്ട് ചവിട്ടി കർണക്കുറ്റിക്ക് അടിച്ചു, ഉണ്ണിമുകുന്ദൻ കണ്ണാടി പൊട്ടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഈ ഒരു കാര്യം ഇത്രയും നേരം സോഷ്യൽ മീഡിയയിൽ ഒരു സൈഡ് മാത്രം ഇങ്ങനെ കിടന്ന് പാറി പറന്നുകൊണ്ടിരുന്നതാണ്. അപ്പം ഇതിനൊരു എക്സ്പ്ലനേഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഇതൊന്ന് സോർട്ട് ഔട്ട് രൂപത്തിൽ ആവണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മറുവശം കൂടി കേൾക്കേണ്ടതുണ്ട്. അപ്പം ഇപ്പം ഉണ്ണിമുകുന്ദൻ കുറച്ച് മണിക്കൂർ മുന്നായിട്ട് FBയിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ എന്നുള്ള രീതിക്ക് തന്നെയാണ് ആരാണ് വിപിൻ കുമാർ എന്നുള്ള രീതിക്ക്. അപ്പം വിപിൻ കുമാർ പറഞ്ഞിരിക്കുന്ന കാര്യം അദ്ദേഹത്തിന്റെ പേഴ്സണൽ മാനേജർ ആണെന്നാണ്. പക്ഷെ ഉണ്ണിമുകുന്ദൻ പറയുന്നത് അങ്ങനെ ഒരു റെക്കോർഡും തന്റെ കയ്യിലില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ പറയുന്ന കണക്ക് അങ്ങനെ ഒരു പോസ്റ്റിലേക്ക് ഞാൻ ഇതുവരെ നിയമിച്ചിട്ടില്ല, എനിക്കൊരു പേഴ്സണൽ മാനേജർ ഇല്ല, അദ്ദേഹം PRO എന്നുള്ള നിലയിൽ മാത്രമാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. കുറേയധികം എല്ലാ ഈ പറയുന്ന മുൻനിരയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ എല്ലാ ഈ പറയുന്ന ആക്ടേഴ്സിനും ഒരു PRO സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നത് ഇവരായിരിക്കും. അപ്പം അങ്ങനെ മാത്രം ഈ വിപിൻ കുമാർ എന്ന് പറയുന്ന വ്യക്തി ഉണ്ണിമുകുന്ദനെ പരിചയപ്പെടുന്നതും 2018 അത്തരത്തിലാണെന്ന് തന്നെയാണ് ഉണ്ണിമുകുന്ദൻ പറയുന്നത്. ഇതിനു മുൻപ് ഈ പറയുന്ന ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ടായിരുന്നു. അതായത് പൃഥ്വിരാജിന്റെയും ടോവിനോടെയൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഈ വ്യക്തി തന്നെയാണ്. അപ്പം പൃഥ്വിരാജിന്റെ വർക്കുകളിലൊക്കെ ഈ പറയുന്ന കണക്ക് ബാക്കിയുള്ളവർ അല്ലെങ്കിൽ ഫാൻസ് അസോസിയേഷനും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് സിനിമയുടെ പ്രൊമോഷൻസും ബാക്കി കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ മൊത്തം ക്രെഡിറ്റ്സ് അവസാനം തട്ടിയെടുക്കുന്ന രീതിയിലേക്ക് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ വിപിൻ കുമാർ എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ കുറച്ച് ഇഷ്യൂസ് വന്നത് ഇതിന് മുന്നേ തന്നെ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം ഇയാളെക്കുറിച്ച് ഓൾറെഡി പറയുന്നത്. അപ്പം ഇത് തന്നെയാണ് ഇവിടെ ഒരു ഈഗോ ക്ലാഷ് ആയിട്ട് വന്നേന്നുള്ള രീതിക്ക് ഏകദേശം ആ ഒരു എക്സ്പ്ലനേഷൻ ഇന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇയാളെന്ന് പറയുന്നത് ഈ ഓൾറെഡി വിപിൻ കുമാർ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഒരു ഹീറോയിൻ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം ഇയാൾ ഭയങ്കരമായിട്ട് ഗോസിപ്പ് അല്ലെന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെതിരെയൊക്കെ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ഉണ്ണിമുകുന്ദൻ പറയുന്ന 2018 ഇയാൾ PRO എന്നുള്ള രീതിക്ക് കൂടെ കൂടുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ വ്യക്തി തന്നെ പറയുന്നുണ്ട് 6 വർഷമായിട്ട് ഉണ്ണിമുകുന്ദന്റെ കൂടെ, അതിന് പേഴ്സണൽ മാനേജറോ അല്ലെങ്കിൽ ഒരു സുഹൃത്തായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന സന്തത സഹചാരി എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരുന്ന വ്യക്തി തന്നെയാണല്ലോ. അപ്പൊ 6 വർഷം തന്റെ കൂടെ ഉണ്ടായിരുന്ന, തനിക്ക് മാസം ചെയ്തുകൊണ്ടിരുന്ന ജോലിക്കായാലും ശമ്പളം തന്നുകൊണ്ട് മേടിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി തന്നെയാണല്ലോ. അയാളുടെ കൂടെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്ന ഒരു വ്യക്തി, ഉയർച്ചയിലായാലും താഴ്ചയിലായാലും ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കാണിക്കേണ്ട ഒരു സത്യസന്ധത ഉണ്ടല്ലോ. ആ സത്യസന്ധതയുടെ വലിയൊരു പാഠമാണ് ഇപ്പൊ വിപിൻ കുമാർ കാണിച്ചു വെച്ചിരിക്കുന്നത്. ആ ഒറ്റ കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും വിപിൻ കുമാർ എന്ന് പറയുന്ന മുഖംമൂടി എന്താണെന്നുള്ള കാര്യം, ആ പൊയ്മുഖം എന്താണെന്നുള്ള കാര്യം. കാരണം സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വന്തം എന്തൊക്കെയോ താല്പര്യങ്ങൾക്ക് പറ്റാത്ത രീതിക്ക് നിൽക്കുന്ന വ്യക്തിയാണ് തന്റെ കൂടെ ഉള്ളതെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ആളെ കൃത്യമായിട്ട് വലിച്ചു കീറാൻ, കാരണം PR വർക്ക്സ് ആണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് പറ്റുന്ന നാവും കയ്യും ബുദ്ധിയും എല്ലാം കൃത്യമായിട്ട് കുബുദ്ധിയും കയ്യിൽ കാണും. അപ്പം ഈ ഒരു സംഭവം നടക്കുന്നത് പറയുന്നത് മാർക്കോ ഫിലിം കൃത്യമായിട്ട് നോക്കി കണ്ട അല്ലെങ്കിൽ അതിന് പിന്നാലെ പോയിട്ടുള്ള എല്ലാ ആൾക്കാർക്കും അറിയുന്ന കാര്യമാണ്. ഇതിന്റെ പിറകെ നടന്നുള്ള കുറച്ചധികം കാര്യങ്ങൾ. അപ്പം മാർക്കോയുടെ PR വർക്ക്സ് എന്ന് പറയുന്ന 2 ഗ്രൂപ്പായിട്ടായിരുന്നു ചെയ്തിരുന്നത്. ഒന്ന് പറയുന്നത് ഈ വിപിൻ കുമാർ എന്ന് പറയുന്ന വ്യക്തി, രണ്ടെന്ന് പറയുന്ന ഒബ്സ്ക്യൂറ എന്ന് പറയുന്ന എന്റർടൈൻമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു കമ്പനി, അതിലാണ് പോകുന്നത്. സെബ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ എന്തോ പോകുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും മാർക്കോ നമുക്കറിയുന്ന കാര്യമാണ്. മാർക്കോ എന്ന് പറയുന്ന സിനിമ എത്രത്തോളം വയലൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അതിനെക്കുറിച്ച് എത്രമാത്രം സംസാരിച്ചിട്ടുണ്ടെന്നൊക്കെ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഈ മാർക്കോ എന്ന് പറയുന്ന സിനിമ ഈ പറയുന്ന ബോളിവുഡ് അത്രയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു മലയാള സിനിമയാണ്. എന്തൊക്കെയോ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അങ്ങനെ തന്നെ പറയപ്പെട്ട ഒരു സിനിമയാണ്. അപ്പം ആ സിനിമയ്ക്ക് ഉണ്ടായ ഒരു വിജയം എന്ന് പറയുന്നത് അത്രയും വലിയത് തന്നെയായിരുന്നു. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ആ ഒരു മാർക്കോ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഉണ്ടായ എല്ലാ വിജയങ്ങളുടെയും ക്രെഡിറ്റ്സ് മൊത്തത്തിൽ വിപിൻ കുമാർ എന്നുള്ള തരത്തിലേക്ക് അയാൾ പല മീഡിയയിലും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും പോയി സംസാരിക്കുന്നത് ഭയങ്കര വിവാദമായിട്ടുണ്ടായിരുന്നു. കാരണം വേറൊരു ടീം കൂടി ഇതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ഇത് നോക്കിക്കണ്ട അല്ലെങ്കിൽ ഇതിന്റെ ഒബ്വിയസ്ലി ഇതിന്റെ ഈ പ്രശ്നം അല്ലെങ്കിൽ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഉണ്ണിമുകുന്ദനാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഉണ്ണിമുകുന്ദൻ അതിനെതിരെ ആൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ തുടങ്ങിയ കുറച്ചധികം പ്രശ്നങ്ങളാണ് പിന്നീട് പല സ്ഥലങ്ങളിലും
ഉണ്ണി മുകുന്ദൻ പേഴ്സണലായിട്ട് പല ഗോസിപ്പുകളും പല കാര്യങ്ങളും ഈ പറയുന്ന എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത കിംവദന്തികൾ എന്നൊക്കെ പറയത്തില്ല, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറയുന്നതിൽ അപ്പുറത്തേക്ക് ഇദ്ദേഹത്തിന് തന്നെ സുഹൃത്ത് എന്തോ ചെയ്യേണ്ടിയിരുന്ന ഒരു സിനിമ, ആ സിനിമ അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു കഥ ഇദ്ദേഹത്തിലേക്ക് കൊണ്ടെത്തിക്കുക. അങ്ങനെ കുറച്ച് ഇദ്ദേഹത്തിന് അവിടെ ആ സുഹൃത്തുമായിട്ട് സംസാരിച്ച്, പക്ഷെ സ്വാഭാവികമായിട്ട് ആ ഒരു സമയത്ത് ഉണ്ടാകുന്നൊരു എന്ന് പറയുന്നത് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിനൊക്കെ കാരണമായ വ്യക്തിയാണ് ഈ വിപിൻ കുമാർ എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇയാൾക്ക് അറിയുന്ന കാര്യമാണ്, ആ സുഹൃത്ത് ചെയ്യാനിരുന്ന സിനിമയാണെന്നുള്ള കാര്യമൊക്കെ അറിയുന്നതാണ്. അപ്പൊ അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ഇതിലപ്പുറത്തേക്ക് മറ്റൊരു നടിയോട് പോയി കല്യാണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുക, സംസാരിക്കുക. അങ്ങനെ അത് ഈ ഉണ്ണി മുകുന്ദനോട് ആ ഒരു ലേഡി സംസാരിക്കുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറേയധികം ഗോസിപ്പുകൾ പ്രശ്നങ്ങൾ നടന്ന സമയത്ത് ഇത് ഇനിയെങ്കിലും നിർത്തണമെന്ന് ഇയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ താമസിച്ചിരുന്ന ഫ്ലാറ്റിന് താഴെ അവിടെയാണ് വിളിച്ചു വരുത്തുന്നത് എന്ന് പറയുന്നത്. അവിടെ ചെന്നിട്ട് കാണുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവരുടെ രണ്ടിന്റെ കോമൺ സുഹൃത്തായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു, പറയുന്ന വിഷ്ണു ഉണ്ണിത്താനം അങ്ങനത്തെ പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവര് 3 പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിൽ ഈ പറയുന്ന മൂന്നാമനായിട്ടുള്ള വ്യക്തി ഇതെല്ലാം കണ്ട് ഇതിനെല്ലാം സാക്ഷിയായിട്ട് നിൽക്കുന്നതാണ്. ഉണ്ണി മുകുന്ദൻ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നു. അപ്പോഴാൾ കണ്ണാടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കണ്ണിൽ നോക്കി സംസാരിക്കുക എന്ന് പറയുന്നത് അത് ചില ആൾക്കാർക്ക് ഭയങ്കര പ്രധാനപ്പെട്ട, ചില ആൾക്കാർ നമ്മുടെ ഈ പറയുന്ന ഐ കോണ്ടാക്ട് എന്ന് പറയുന്നത് ഭയങ്കര പ്രധാനപ്പെട്ടാണ് സംസാരിക്കുന്ന സമയത്ത്. ചിലവർ അങ്ങനല്ല, ചിലർ മുഖത്ത് നോക്കിയേ സംസാരിക്കത്തില്ല, അങ്ങനെ ആയിരിക്കും. അപ്പം മേ ബി ഉണ്ണി മുകുന്ദൻ അങ്ങനെ സംസാരിക്കുന്നതായിരിക്കും ഒരുപക്ഷെ, കാരണം ഇത്രയും വലിയൊരു കാര്യമാണ് സംസാരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അയാളെ കരിയറിനെ ബാധിക്കുന്ന കാര്യമാണ്. അയാളെ കുറിച്ച് ഇങ്ങനെ പല ഗോസിപ്പുകളും അയാളെ നിലനിൽപ്പിനെ, കാരണം ശരിയാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ഒരു നടനെ പ്രത്യേകിച്ച് ആരും പൊക്കിക്കൊണ്ടുവന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ ആരെങ്കിലും അയാളെ തള്ളിവിട്ട് മുന്നോട്ട് പോകുമെന്ന് പറയുന്നത്. കാരണം പല ആൾക്കാർക്ക് ഈ പറയുന്ന ഗോഡ് ഫാദർ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം തുറന്നടിച്ച് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്, ചില ലഹരി കേസുകൾ വന്ന സമയത്ത് പോലും ഇവിടെ ഗോഡ് ഫാദേഴ്സ് ഉണ്ടായിരുന്നു. അവരുടെ സിനിമകൾ കൃത്യമായിട്ട് ഇവർക്ക് ഒരു സ്ഥലമുണ്ട്, ഒരു സ്ഥാനമുണ്ട്. അങ്ങനെ കുറെ അധികം ആൾക്കാർ ഇവിടെ ഉണ്ട്. പക്ഷെ ഈ ഉണ്ണി മുകുന്ദന്റെ കേസിൽ എനിക്ക് അങ്ങനെ ഒരു സംഭവം തോന്നിയിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അയാൾ ഭയങ്കര ടാലന്റായിട്ട് ഭയങ്കര അഭിനയ മികവ് വരുത്തുന്ന ആളെന്ന് പറഞ്ഞില്ല, പക്ഷെ അത്യാവശ്യം അയാളുടെ ക്യാരക്ടേഴ്സ് ഒരു അത്യാവശ്യം നല്ല മികവിൽ കൊണ്ടുപോകുന്ന ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. ചാൻസ് കിട്ടാൻ ഒരുപാട്, കാരണം ഇപ്പോഴത്തെ കുറെ ആൾക്കാരെ വെച്ച് നോക്കുന്ന സമയത്ത് കിട്ടാനുള്ള ഒരുപാട് ചാൻസ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു വ്യക്തി അയാളുടെ കരിയർ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇത്രയും വർഷക്കാലമായിട്ട് 15 വർഷക്കാലമായിട്ട് പിടിച്ചു നിൽക്കുന്ന ആ ഒരു ഇത് എല്ലാവർക്കും ഉണ്ടാവുന്നത് തന്നെയാണ്. ഫ്രസ്ട്രേഷൻസ്, ബാക്കി കാര്യങ്ങൾ. ഇയാൾ പറയുന്നൊരു കാര്യമുണ്ട്, ഇത്രയും കാലം ഈ 6 വർഷക്കാലമായിട്ടുള്ള ടീസിങ് സഹിക്കാൻ, കളിയാക്കലുകൾ സഹിക്കാൻ പറ്റില്ലെങ്കിൽ ഇട്ടിട്ട് പോകണമായിരുന്നു. സ്വന്തം അപ്പനൊന്നും അല്ലല്ലോ പിടിച്ചു നിൽക്കാനായിട്ട്, നീ ബോർഡാ പുല്ല എന്ന് പറഞ്ഞിട്ട് പോകാനുള്ള ധൈര്യം ഉണ്ടായിരിക്കണം. അപ്പൊ 6 വർഷം പിടിച്ചു നിന്നിട്ട് അവൻ എന്നെ ടീസ് ചെയ്യുമായിരുന്നു, അവൻ എന്നെ കളിയാക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. നിങ്ങൾക്ക് നിലനിൽപ്പിന് ആ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തി ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ട് നിങ്ങൾ നിന്നു. അപ്പം ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് കണ്ണാടി മാറ്റൂ എന്ന് പറഞ്ഞ് 2-3 വട്ടം പറഞ്ഞിട്ട് മാറ്റുന്നില്ല. അവസാനം ദേഷ്യം വന്നിട്ട് ആ കണ്ണാടി എടുത്ത് എറിയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അവനായിട്ടുള്ള വ്യക്തി അതിൽ ഇടപെടുന്നു, അതവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ പിന്നെ ഇയാളെ വിപിൻ കുമാർ എന്ന് പറയുന്ന വ്യക്തി അവിടെ സ്റ്റോപ്പ് ആവുകയാണ്. ഇവർ മാറി നിന്ന് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഈ പറയുന്ന വിഷ്ണു ഉണ്ണിത്താൻ എന്ന് പറയുന്ന വ്യക്തി ഉണ്ണി മുകുന്ദനെ. പിന്നീട് ഇയാൾ അങ്ങോട്ട് ചെല്ലുകയാണ് ചെയ്യുന്നത്, വീണ്ടും സംസാരിച്ചുകൊണ്ട് ചെല്ലുകയും അവിടെ ഈ പറയുന്ന ഉദ്ദതാണ്. പക്ഷെ അടിയോ ഈ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായില്ല. അത് CCTV ക്യാമറയ്ക്കകത്ത് നന്നായിട്ട് പതിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതിനിടയിൽ വെച്ചിട്ട് വിപിൻ കുമാർ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഉണ്ണി മുകുന്ദനെ കൃത്യമായിട്ട് അറിയാം ഇവിടെ കാർ പാർക്കിംഗ് അല്ലെങ്കിൽ ഈ ഏരിയാസിൽ കൃത്യമായിട്ട് CCTV. ഒന്നാമത്തെ കാര്യം, ഇത് ഇയാള് വിപിൻ കുമാറിന്റെ താമസ സ്ഥലത്തേക്കാണ് ഉണ്ണി മുകുന്ദൻ വന്നിരിക്കുന്നത്, അല്ലെ ഉണ്ണി മുകുന്ദന്റെ വീട്ടിന്റെ താഴെയല്ല ഇയാൾ പോയിരിക്കുന്നത്. അപ്പം അവിടെ ഇയാൾ പറയുന്നത് മൊത്തം പച്ചക്കള്ളമായിട്ടുള്ള കാര്യം. കാരണം ഇയാൾ ഓൾറെഡി ഈ പറയുന്ന CCTV ക്ലിപ്സുകൾ നോക്കി കഴിഞ്ഞിരുന്നു. കാരണം വാർത്തകൾ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും, ഇയാൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞു. അപ്പം ഉണ്ണി മുകുന്ദൻ കറക്റ്റായിട്ട് തെറ്റ് ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും പറയത്തില്ല CCTV ക്യാമറാസ് നിങ്ങൾ ഫോട്ടോജസ് കറക്റ്റായിട്ട് നോക്കൂന്ന് പറയത്തില്ല. ഉണ്ണി മുകുന്ദൻ കറക്റ്റായിട്ട് പറയുവാണ്, നിങ്ങൾ നോക്കിക്കോളൂ, അതിനകത്ത് കാണുമല്ലോ എന്ത് സംഭവിച്ചു, അടിച്ചോ ഇടിച്ചോ എന്നുള്ള കാര്യം. ഇനി ഉണ്ണി മുകുന്ദനെ പോലെ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഒരു അടി കിട്ടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത്ര നല്ല രീതിക്ക് സംസാരിക്കാൻ കഴിയുമെന്നുള്ള കാര്യം എനിക്കൊരു ഉറപ്പില്ലാത്തൊരു കാര്യമാണ്. നിലത്തിട്ട് ചവിട്ടി കൂട്ടുക, ഈ പറയുന്ന കർണക്കുറ്റിക്ക് അടിക്കുക എന്നൊക്കെ ചെയ്തിട്ട് ഒരു പല്ല് പോലും ഇളവി പോയില്ല. ഇത്ര രീതിക്ക് സംസാരിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞാൽ ഒരു അടയാളം ഇല്ലാതിരിക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് ഇത്രയൊക്കെ ചെയ്ത് കൂട്ടാൻ പറ്റുന്ന വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ ആ അടയാളം വിരലടയാളോ അല്ലെങ്കിൽ ഈ പറയുന്ന, കാരണം ഇവിടെ ഒന്നും അത്യാവശ്യം അദ്ദേഹത്തിന് നല്ല എന്ന് പറയുന്നത് ബ്രൈറ്റ് ആയിട്ടുള്ള ഒന്ന് അത്യാവശ്യമായിട്ടുള്ള ഒരു മുഖം തന്നെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അടി വീണ് കഴിഞ്ഞാൽ നന്നായിട്ട് പതിയും. അപ്പൊ അത് ഒരു ഇത്രയും തെളിവുകളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന വ്യക്തിക്ക് ഒരു സെൽഫി എടുത്ത് സൂക്ഷിക്കാൻ പറ്റില്ല. അപ്പം പോലീസിന് ഇപ്പം അറിയുന്ന കാര്യങ്ങൾ പോലും അയാൾ തല്ലിയിട്ടുണ്ട്, അതായത് ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചിട്ടുണ്ടെന്നുള്ളതിന്റെ യാതൊരു തെളിവുകളും അയാൾ ഹാജരാക്കിയിട്ടില്ല.
അപ്പോൾ ഇയാൾക്ക് കുറേ ഈഗോ ക്ലാഷസ് അല്ലെങ്കിൽ ഈഗോ പ്രശ്നങ്ങളാണ്. അതിനപ്പുറത്തേക്ക് ഇയാൾ പറയുന്ന കാര്യമുണ്ട്, ഉണ്ണിമുകുന്ദന് സിനിമകളൊന്നും കിട്ടാത്തതിന്. മാർക്കോയ്ക്ക് ശേഷം സിനിമകൾ, മാർക്കോ ഇറങ്ങി കഴിഞ്ഞിട്ട് 1 വർഷം 2 വർഷം ഒന്നും കഴിഞ്ഞില്ലല്ലോ, കുറച്ച് കാലമല്ല അയാളും അത്യാവശ്യം സിനിമകൾ ഈ പറയുന്ന കണക്ക് പോകുന്നുണ്ട്. ഇവന് എല്ലാ സിനിമകളും ജയിക്കണം, അല്ലെങ്കിൽ എല്ലാ സിനിമകളും ഈ പറയുന്ന കണക്ക് സക്സസ്, ഭയങ്കര ബോക്സ് ഓഫീസ് ഹിറ്റുകളാവണമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മുടെ മോഹൻലാലും മമ്മൂട്ടിയുടെയൊക്കെ സിനിമകൾ എടുത്തു നോക്കി എത്രണ്ണമാണ് ഈ ഫ്ലോപ്പായി പോകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ണിമുകുന്ദൻ ചെയ്ത സിനിമകൾ മാത്രം ഭയങ്കര വമ്പൻ ഹിറ്റുകളാവണമെന്ന് ഒരാൾ ശാഠ്യം പിടിച്ചു കഴിഞ്ഞാൽ അത് പറ്റൂലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇയാൾ പറയുന്ന കഴിഞ്ഞാൽ തോന്നുന്നു 2-3 വർഷം കഴിഞ്ഞിട്ട് ഉണ്ണിമുകുന്ദന് ഒരു സിനിമയും സക്സസ് ആയില്ല, അല്ലെങ്കിൽ ഒരു സിനിമയും കയറി വരുന്നില്ല എന്നൊക്കെ പറയുന്ന സമയത്ത്, അതിലപ്പുറത്തേക്ക് ടൊവിനോയെ ഇതിനകത്ത് പിടിച്ചിടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇതിനകത്തുള്ള കളി എന്തുവാണെന്നുള്ളത്. കാരണം ഉണ്ണിമുകുന്ദന്റെ ഫ്രണ്ട്ഷിപ്പ് വലയങ്ങൾ കട്ടാക്കുക, അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തിയെ തന്നെ ഒറ്റപ്പെടുത്തുക, മറ്റൊരു തലയിലേക്ക് കൊണ്ടുപോകുക, അവിടെ ഈ പറയുന്ന കോണ്ടാക്ട്സ് ഇല്ലാതാക്കിയിട്ട് വേണമെങ്കിൽ ഇയാൾ ഇനി നുണയെന്നുള്ള രീതിക്ക് വേണമെങ്കിൽ സ്വാഭാവികമായിട്ടും പറയാത്ത കാര്യങ്ങൾ അവിടെ പോയി പ്രചരിപ്പിക്കാനും എല്ലാം കഴിയുന്നൊരു വ്യക്തിയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള വ്യക്തികളുടെ കാര്യങ്ങൾ വരുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് ഇനി എത്ര നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, നമ്മുടെ വർഷമായിട്ട് നമ്മുടെ ായിട്ട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ഇനി എത്ര രക്തബന്ധങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും നമുക്ക് സൂക്ഷിക്കേണ്ട ചില രഹസ്യങ്ങളുണ്ട്, നമ്മൾ പാലിക്കേണ്ട ചില എന്ന് പറയുന്നത് അകലങ്ങളുണ്ട്. അത് പാലിച്ചില്ലെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ പറയത്തില്ലേ, പണ്ടുള്ളൊരു പറഞ്ഞത് തലയിൽ കയറിയിരുന്ന് നിരങ്ങുമെന്ന് പറയത്തില്ലേ, അതേ സിറ്റുവേഷനിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിർത്തേണ്ട അടുത്ത് നിർത്തുക എന്ന് പറയുന്നൊരു സംഭവം, അത് ആദ്യമേ കാണിക്കുമ്പോഴേ അങ്ങ് നിർത്തുക, പറഞ്ഞു വിടുക. അത് പിന്നെയും മുന്നോട്ട് ക്ഷമിച്ച് പോയി കഴിഞ്ഞാൽ അവർക്ക് ഏകദേശം മനസ്സിലാവും നമ്മൾ എങ്ങനെയുള്ള വ്യക്തിയാണ്, നമ്മളെ കൃത്യമായിട്ട് ടോർച്ചർ ചെയ്യാൻ പറ്റും, ഹറാസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം. ആ ഒരു കാര്യമാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ഈ കാര്യം ആദ്യമേ ഈ വാർത്ത വന്ന സമയത്ത് ഏകദേശം ഇയാൾ പറയുന്നതിനകത്ത്, കാരണം ഇയാളുടെ ബോഡി ലാംഗ്വേജ് അല്ല അപ്പുറത്തേക്ക് പറയുന്ന രീതികൾ എല്ലാം കാണുന്ന സമയത്ത് തന്നെ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇനി മാർക്കോടെ സംഭവം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അതിൽ നടന്നുള്ള കുറേയധികം കാര്യങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹർജി കൊടുത്തിട്ടുണ്ട്, ജാമ്യം കിട്ടും എന്നുള്ളത് 100% ഉറപ്പായിട്ടൊരു കാര്യമാണ്. ഈ കേസ് തള്ളിപ്പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം യാതൊരു തരത്തിലുള്ള തെളിവില്ല, CCTV ക്യാമറയ്ക്കകത്തും യാതൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് തള്ളിപ്പോവും.